ടോപ്പ് 10 മസ്റ്റ് വാച്ച് മൂവീസ്. അങ്ങനെ നമ്മൾ 70ാമത്തെ സിനിമകൾ ചർച്ച ചെയ്യാൻ പോവാണ്. 60 വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് വരാം. ഒരു കാലഘട്ടത്തിലെ മൊത്തം ക്ലൈമാക്സ് കൊണ്ട് ഞെട്ടിച്ചൊരു സിനിമ. ആ ക്ലൈമാക്സ് കണ്ടിട്ട് പിന്നീട് പലർക്കും പ്രചോദനമായി ആയിരക്കണക്കിന് സിനിമകൾ അതേപോലെ ക്ലൈമാക്സിൽ ഇറങ്ങിയ സിനിമ. 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു ക്ലൈമാക്സ് ഇപ്പോഴും ആളുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു മാസം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയിൽ വരെ ഇതേപോലെയുള്ള ഒരു ക്ലൈമാക്സ് ഞാൻ കണ്ടു. നമ്മൾ സംസാരിക്കുന്ന ആദ്യത്തെ സിനിമ യൂഷ്വൽ സസ്പെക്റ്റ് ആണ്. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഈ ഒരു ത്രില്ലർ സിനിമ കാണുന്ന സമയത്ത് ചിലപ്പോൾ ക്ലൈമാക്സ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആയിരിക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്നത് ഈ ഒരു പടമായിരുന്നു. പോപ്പുലാരിറ്റിയുടെ കാര്യത്തിലാണ് കേട്ടോ പറയുന്നത്. ഇന്നും പലരും മാസ്റ്റർ പീസ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു പടം അതാണ് യൂഷ്വൽ സസ്പെക്റ്റ്. സിനിമയുടെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമാണ്. ഒന്ന് സിമ്പിളായിട്ട് കണ്ടു നോക്കുക. ഓവർ എക്സ്പെക്ടേഷൻസോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ കണ്ടു നോക്കുക. ചിലപ്പോൾ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പോൾ യൂഷ്വൽ സസ്പെക്റ്റിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത്, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ക്ലൈമാക്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സിനിമകൾക്കും ഒരു സെയിം പാറ്റേൺ ആണ് ആ ഒരു സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രശ്നം അതിനെ സോൾവ് ചെയ്യുക, അതാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അതിനെ 3 തരമായിട്ട് നമ്മൾ തരംതിരിക്കും. സ്റ്റാർട്ടിങ് ഉണ്ടാവും, മിഡ് ഉണ്ടാവും, എൻഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാത്തിൻ്റെ സെയിം ആയിട്ടുള്ള കഥയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ലെവൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഓൺലൈനാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഈ ഒരു നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിലോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ സിനിമയിലേക്ക് പോവാം. രണ്ടാമത്തെ സിനിമ കുറച്ചു കാലം മുമ്പോട്ടേക്കുള്ള ഒരു സിനിമ ചർച്ച ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ സിനിമ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടത് ആക്ഷേപഹാസ്യങ്ങളായിട്ടും ഒരു സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടിയും രാഷ്ട്രീയത്തിന് നേരെ വിരൽ ചൂണ്ടിയൊക്കെയാണ്. അതെ, ചാർലി ചാപ്ലിൻ സിനിമകൾ. ചാർലി ചാപ്ലിൻ സിനിമകളിൽ ഒരുപാട് സിനിമ നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ടതുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് മോഡേൺ ടൈംസ് എന്ന് പറയുന്നത്. അന്നത്തെ ഒരു സൊസൈറ്റി, ആ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പലതുമായിരുന്നു ചാപ്ലിൻ സിനിമകളിലൂടെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനെ പക്കാ ഒരു ഹാസ്യത്തോടെ ഒരു ഡയലോഗും ഇല്ലാതെ നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ചാപ്ലിൻ നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ. ചാപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ചിരിപ്പിക്കുന്ന മികച്ച നടൻ എന്നതിലുപരി ആ ഒരു വ്യക്തിത്വത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പാളിച്ചകളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒരു കലാകാരനെ അയാളുടെ കലയിലൂടെ ഓർക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ കിടിലൻ സിനിമയാണ് ഇത് മോഡേൺ ടൈംസ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക, നിർബന്ധമായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. മൂന്നാമത്തെ സിനിമ ഹാരി പോട്ടറാണ്. അതിന്റെ സീരീസ് ഇറങ്ങാൻ പോവാണ്, ലൈവ് ആക്ഷൻ സീരീസ്. ഈ ഒരു സിനിമയുടെ സീരീസ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, ഒരു സിനിമാറ്റിക് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. പലരുടെയും ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരിക്കും ഇത്. പോകോയില് ഹാരി പോട്ടർ വരുന്നു, അത് കാണുന്നു എന്നൊക്കെ പറയുന്നത്. ഹാരി പോട്ടർ എന്ന് കേൾക്കുന്ന സമയത്ത് എനിക്കൊരു പണ്ടത്തെ കാലത്ത് ഓർമ്മകൾ എന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു മോട്ടിവേഷനാണ് ഈ ഒരു സിനിമ. എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു നോവൽ ആൾ അതിൻ്റെ മേലെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ആ പുസ്തകം ഒരാൾ സെലക്ട് ചെയ്യുന്നു, പ്രസിദ്ധീകരിക്കുന്നു, അങ്ങനെ ശേഷം അത് സിനിമ കൊണ്ടും പുസ്തകം കൊണ്ടും ഒക്കെ ആൾ രക്ഷപ്പെട്ടു പോയി. അവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ നമ്മൾ ഞെട്ടിപ്പോകും. യൂട്യൂബിൽ അത് കിടക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ഒരുപാട് ഇൻസ്പിറേഷൻ ഒക്കെ തരുന്ന ഒരു സംഭവമാണ്. നമ്മളൊരു മൂവി കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഹാരി പോട്ടർ ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഗംഭീര സിനിമയാണ്. ഹാരി പോട്ടറുടെ എൻഡിംഗ് എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഹാരി പോട്ടർ ഒരുപാട് ഏരിയകൾ പല വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഒരു 2-3 വർഷം മുമ്പാണ് ആദ്യം മുതൽ അവസാനം വരെ ഹാരി പോട്ടർ ഇരുന്ന് കാണുന്നത്. ആ സീരീസ് എൻഡ് ചെയ്യുന്നതൊക്കെ അതിഗംഭീരമായിട്ടാണ്. ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റൊക്കെ വേറെ ലെവലാണ്. അടുത്ത സിനിമ ഫൈൻഡിങ് നെമോ. ഒരു മീനിനെ തെരഞ്ഞ് മറ്റൊരു മീന് പോകുന്നു. ഇതാണ് ഈ ഒരു സിനിമ. അത് ഒരുപാട് പേര് കണ്ട സിനിമയായിരിക്കും. നമ്മൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു മസ്റ്റ് വാച്ച് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കിടിലൻ സിനിമയാണിത്. കാരണം ഈ സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമ്മൾ ഭൂരിഭാഗം സമയത്തും ഒരു കടലിലാണ്. ആ ഒരു കടലിൽ മീനിനെ തിരഞ്ഞ് നമ്മളും പോകും. ആ ഒരു മീനിനെ തിരഞ്ഞു പോകുന്ന സമയത്ത് വരുന്ന രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഈ ഒരു സിനിമ പോകുന്ന ഒരു സ്കെയില് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ എന്നും ആ ഒരു തട്ടുമേടെ തന്നെ നിൽക്കും. ആനിമേഷൻ സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും കാരണവശാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ചിത്രമാണ് ഫൈൻഡിങ് നെമോ. അടുത്തത് ഒരു ആനിമേഷൻ തന്നെയാണ്. ഇതൊരു സീരീസ് ആണ്, ടോയ് സ്റ്റോറി എന്ന് പറയും. ടോയ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ആൾക്കാരൊക്കെ ആ നിലക്കെ ചെല്ലുമെങ്കിലും വലിയ ഒരു ഫാൻ ബേസ് ഉള്ള ഒരു സാധനമാണ് ഈ ടോയ് സ്റ്റോറി എന്ന് പറയുന്നത്. കുറച്ച് പാവകളുടെ കഥ. ആ ഒരു പാവകൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതാണ് ടോയ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള പടം സംസാരിക്കുന്നത്. ഒരുപാട് പാർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഗംഭീര ഫാൻ ബേസ് ആണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ കളക്ഷൻ റെക്കോർഡുകളൊക്കെ തകർക്കും
നടക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ആനിമേഷൻ സീരീസ് അല്ലെങ്കിൽ മൂവി സീരീസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ടോയ് സ്റ്റോറി നിർബന്ധമായിട്ട് കണ്ടുപോകുക. നല്ല അടിപൊളി സാധനമാണ്. 7ാമത്തെ സിനിമ ജാങ്കോ അൺചെയിൻഡ്. ക്യൂട്ടിയുടെ ക്വന്റിൻ ടാരാന്റിനോന്റെ ഏറ്റവും നല്ല സിനിമ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമ, അതുകൂടാതെ പുള്ളിയുടെ കുറച്ചും കൂടി സ്പീഡായിട്ട് കഥ പറയുന്ന സിനിമ എന്നൊക്കെയുള്ള ഒരു പ്രത്യേകത ജാങ്കോ അൺചെയിൻഡിന് ഉണ്ടായിട്ടുണ്ട്. ഡിക്കാപ്രിയോ പിന്നെ പുള്ളിയോ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു. ഒരു മാസ്റ്റർ പീസാണ് സിനിമ. അതായത് പണ്ടത്തെ കാലം അറിയാമല്ലോ, കറുത്ത വിഭാഗക്കാരനെ വെളുത്ത വിഭാഗക്കാരെ അടിമകളാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മോചിതനാവുന്നു, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സംഭവം വളരെ ഒരു നൈസായിട്ടുള്ളൊരു പരിപാടി പോലെയാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കണ്ടു നോക്കുക. ഒരു മുതലാണ്. ഡിക്കാപ്രിയോൻ്റെ ഒക്കെ കിട്ടില്ല പെർഫോമൻസ് ഒക്കെ ഈ സാധനത്തിൽ കാണാൻ പറ്റും. പുള്ളിക്ക് ഓസ്കാറൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെയുള്ള കിട്ടില്ലൻ സാധനങ്ങളും ക്ലാസിക് മൊമെൻറ്റുകളും പിന്നെ നമ്മുടെ ക്യൂട്ടീൻ്റെ കിട്ടില്ലൻ സാധനങ്ങളൊക്കെ ഈ സംഭവത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും കാരണവശാലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാസ്റ്റർ പീസാണ് നിങ്ങൾ മിസ്സാക്കുന്നത്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അങ്ങനെയുള്ളൊരു പടമാണ്. ക്യൂട്ടീൻ്റെ തന്നെ അടുത്ത പടമാണ് വീണ്ടും വരുന്നത്. എന്താണെങ്കിലും പുള്ളിയുടെ അടുത്ത സിനിമ പറയുന്നതിനേക്കാളും മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മൾ ഡെയിലി 10 മസ്റ്റ് വാച്ച് സിനിമകൾ വെച്ചിട്ടാണ് ഷെയർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലേ, ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. ഡെയിലി 10 എണ്ണമൊക്കെ വെച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കയ്യിലത്തെ സ്റ്റോക്ക് സ്വാഭാവികമായിട്ടും ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് കുറയും. അപ്പോൾ നിങ്ങൾ കുറച്ച് സിനിമകൾ താഴെ കമൻ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടതായിരിക്കും, അതെന്നെ ഓർമ്മപ്പെടുത്തലായിരിക്കും. കാണാത്ത സിനിമകൾ എനിക്കും കമൻറ്റ് വായിക്കുന്നവർക്കും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ചെയ്യണം കേട്ടോ. ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ഈ ഒരു സിനിമയുടെ ഒരു ഓപ്പണിംഗ് ഷോട്ട് വരുന്നുണ്ട്. പണ്ടത്തെ കഥ തന്നെയാണ് ഇതാക്കുന്നത്. നമ്മുടെ RDR വൈബിലുള്ള ആ ഒരു ലെവലിൽ ഒരാളിങ്ങനെ എന്തോ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ വരുന്നൊരു സീനാണ്. ആ ഒരു ഓപ്പണിംഗ് ഷോട്ടും അയാൾ വന്ന് പാല് പിടിക്കുന്ന രംഗവും അതിനുശേഷമുള്ള 2 ഡയലോഗും എൻ്റെ മോനെ ക്ലാസിക് ആണെന്ന് പറഞ്ഞാൽ എന്താ പറയുക, മാസ്റ്റർ പീസാണ്. ക്ലാസിക് എന്ന് പറയാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ട് തുടങ്ങിയിട്ട് കിട്ടിലൻ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഉള്ളൊരു സിനിമയാണ് ഇത്. സിനിമയുടെ ഒരു ക്ലൈമാക്സും പിന്നെ ബ്രാഡ് പിറ്റിൻ്റെ പ്രകടനവും ഒക്കെ നമ്മൾ വളരെ എടുത്തു പറയണം. നിങ്ങൾക്കൊരു ത്രില്ലർ, ഒരു ഡ്രാമ, ക്വന്റിൻ ടാരാന്റിനോന്റെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കണ്ടു നോക്കുക. ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കിട്ടിലൻ ഐറ്റമാണ്. അടുത്ത സിനിമ ഒരു മോട്ടിവേഷൻ ലെവലിലും ഒരു ഫീൽ ഗുഡ് ലെവലിലൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ പടമാണ്. മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമ നമുക്ക് തരുന്ന ഒരു ഫീല്, നമ്മൾ ആ ഒരു സിനിമ കണ്ട് നമ്മൾ അതിൽ തന്നെ ലയിച്ചിരുന്നു പോകുന്ന അങ്ങനത്തെ ഒരു മൂഡ് ഓഫ് മൂവിയാണ് ഈ സാധനം. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ഈ അടുത്ത ലൈവ് ആക്ഷൻ ഇറങ്ങിയിരുന്നു. 2-3 പാർട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കിട്ടിലൻ സിനിമയാണ്. കിട്ടിലൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോവും. ഒരുപാട് കിട്ടില മൊമെന്റ്സ് ഉണ്ട്. ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ഒരു ആനിമേഷൻ മൂവി ലവർ ആണെങ്കിലും ഒരു ആനിമേഷൻ ഇതുവരെ കാണാത്ത ഒരാളാണെങ്കിലും നിങ്ങൾ കണ്ടുപോകുക. ഒരിക്കലും കുട്ടികൾക്കുള്ള സിനിമയല്ല ഈ ആനിമേഷൻ. അതൊരു തെറ്റായ ചിന്താഗതിയാണ്, ഒരു തെറ്റായ മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്ന ഒരുപാട് സിനിമകൾ ഈ ലിസ്റ്റിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോൾ ഏകദേശം 6ാമത്തെ 7ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഏകദേശം 10ഓളം ആനിമേഷൻ ഫിലിംസ് ഞാൻ ഈ മസ്റ്റ് വാച്ചിൽ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. സോ വേൾഡ് വൈഡ് ആയിട്ട് ആളുകൾ കാണുന്നതാണ്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ. 10ാമത്തെ സിനിമ, ലോകത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, ലോകത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ 2 വട്ടം പറഞ്ഞു. എന്തുകൊണ്ട്? അത് നിങ്ങൾ ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. സിനിമയുടെ പേര് മൊമെന്റോ. ക്ലൈമാക്സ് ആദ്യം കാണിക്കുകയും തുടക്കം അവസാനം കാണിക്കുകയും ചെയ്യുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള, ജീവിതത്തിൽ ഒരിക്കലും മാത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു നോളൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള സാധനം. കണ്ടു കഴിഞ്ഞ് ഇതെന്ത് തേങ്ങ എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വീണ്ടും ഇരുത്തി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആർട്ടിനെ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തവനെ പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ മൊമെന്റോ എന്ന് പറയുന്ന സിനിമയ്ക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആളുകൾ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള ചായയോ കാപ്പിയോ ഹോർലിക്സോ ഒന്നും അല്ല ഇത്. വളരെ ചുരുക്കം വെറൈറ്റി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ദഹിക്കുന്നൊരു പടമാണ്. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമേനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതിന് മുമ്പുള്ള പാർട്ട് ഇവിടെ മേലെ അതിൻ്റെ പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതിനോടൊപ്പം തന്നെ ഫിലിം മേക്കിങ്ങിൻ്റെ ഓൺലൈൻ കോഴ്സ് അത് ആവശ്യക്കാരിലേക്ക് ഒന്ന് എത്തിക്കണേ.